കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിലെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തു. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 31 അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ പൊതുവെ ഈജിപ്തിന്മേൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ആലങ്കാരിക ഭാഷയിൽ കാവ്യാത്മകമായി ഒരു കഥാരൂപത്തിൽ ഇതിനവരെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ലെബാനോനിൽ വളരുന്ന ദേവദാരു എന്ന് പറയുന്ന വൃക്ഷത്തോട് സാമ്യപ്പെടുത്തി അസീറിയയെ സാമ്യപ്പെടുത്തി പറയുകയും അസീറിയക്കുണ്ടായ നാശത്തെക്കുറിച്ചും അസീറിയയുടെ കാര്യം പറഞ്ഞിട്ട് അതിലൂടെ ഈജിപ്തിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ലെബാനോനിലെ ദേവദാരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ ശക്തിയേറിയ നിലയിൽ നദിയുടെ തീരത്ത് വളരുന്നു. അവിടുന്ന് വെള്ളം വലിച്ചു കുടിച്ച് അത് ആകാശത്തോളം, മേഘങ്ങളോളം എത്തി നിൽക്കുന്നു. അതിൻ്റെ കീഴിൽ ധാരാളം പറവകൾ വന്ന് രാപാർക്കുന്നു. അനേക മൃഗങ്ങൾ കടന്നു വന്നിട്ട് അവിടെ വന്ന് പ്രസവിക്കുന്നു. അങ്ങനെ വിവിധ നിലകളിൽ അതിൻ്റെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന അനുഭവങ്ങൾ, അതിൻ്റെ സമൃദ്ധി, ഇതൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊക്കെ വ്യക്തമായി പറയുമ്പോൾ തന്നെ അസീറിയയോടാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുക. അസീറിയ ശക്തമേറിയ നിലയിൽ വളർന്നു പന്തലിച്ചു. ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങൾ ഒന്നായി മാറി. അത് വളരെ ഉന്നതമാകുന്ന അനുഭവത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ ആ വൃക്ഷത്തിന് മേൽ ദൈവവൃക്ഷത്തെ വെട്ടിയിടാൻ തീരുമാനിച്ചു. അത് വെട്ടുവാൻ വേണ്ടി ദൈവം ജാതികളിൽ ശക്തനായവനെ അത് വെട്ടുവാൻ ഏൽപ്പിച്ചു. അങ്ങനെ ബാബലോൺ സാമ്രാജ്യത്തിൽ നിന്നും നെബൂഖദ്നേസർ നേതൃത്വത്തിൽ അസീറിയ കീഴ്പ്പെടുത്തുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈജിപ്തിനോടുള്ള ബന്ധത്തിലാണ് ആ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അവർ എല്ലാം മരണത്തിനായി ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതെല്ലാം ഒരു ദൃഷ്ടാന്തമാണ്. ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ, ഈജിപ്തുകാർ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കണം. ഈ നിലയിൽ ജീവിക്കുന്നവർ അവരുടെ അന്ത്യം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഈ ഭാഗത്തോട് രേഖപ്പെടുത്തുന്നുണ്ട്. ആരെല്ലാം ആയിരുന്നാലും അവരെല്ലാം മരണത്തിനായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഏത് വലിയ ശക്തിയും മരണത്തിന് അധികാരത്തിന് കീഴിലാണെന്നും അവർ ഓരോരുത്തരും മർത്യരാണെന്നും എല്ലാ സൃഷ്ടികളും ദൈവത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ വേണ്ടി നിൽക്കേണ്ടവരാണെന്നും ഈ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആർക്കും അതിനകത്ത് ഒരു ഒഴിവുമില്ല. എല്ലാവരും ഒരു നാൾ ദൈവത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കാൻ നിൽക്കണമെന്ന് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വെള്ളം വലിച്ചു കുടിച്ച് അത് വളരുന്നു എന്ന് പറയുമ്പോൾ സമ്പത്തും സമൃദ്ധിയും ഒഴുകുന്ന ശക്തരായ രാജകുമാരന്മാർ ഈജിപ്തിലെ നദിയിലെ വെള്ളത്തോടെ എല്ലാം കടപ്പെട്ടിരിക്കുന്നു. അസീറിയയുടെ ചരിത്രത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന
ചില ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. അതിന് 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് തോട്ടമാകുന്ന ഏദൻ തോട്ടത്തിലെ വൃക്ഷത്തിന് ആ ദേവദാരുവിനെ മറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഭംഗിയേറിയ നിലയിൽ, ഉയർന്ന നിലയിലാണ് ലെബാനിലുള്ള ദേവദാരു വളരുന്നത്. ദൈവത്തിന് തോട്ടമാകുന്ന ഏതെല്ല വൃക്ഷത്തെക്കാൾ ഭംഗിയുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏദനിൽ നിന്ന് ആരംഭിച്ച് അവസാനം ഇതെല്ലാം ചെന്ന് ഷിയോൾ എന്ന് പറയുന്ന അഥവാ അധമ പാതാളത്തിലേക്ക് ചെന്നു ചേരുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഏതെല്ലാം വൃക്ഷമായാലും കൊള്ളാം, ഇല്ല അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ആയാലും കൊള്ളാം, എല്ലാം ഒരു ദിവസം ഷിയോളിലേക്ക്, പാതാളത്തിലേക്ക് ചെല്ലും എന്ന് നമ്മെ ഈ ഭാഗത്തൂടെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കതിന്റെ 15 മുതൽ വാക്യങ്ങൾ ഇന്നത്തോടെ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് അതിന്റെ 15ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാൻ ഒരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിൽപ്പാൻ തക്കവണ്ണം അതിൻ്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലബാനോനെ കറുപ്പുടിപ്പിച്ചു. കാട്ടിലെ സകല വൃക്ഷങ്ങളും അത് നിമിത്തം ക്ഷീണിച്ചു പോയി. ദൈവം അസീറിയയുടെ മേൽ ന്യായവിധി കൊണ്ടുവരുന്ന ഭാഗമാണ് ഈ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത്, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിച്ചു. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ആയിരിക്കുന്ന ആളുകൾ വന്നിട്ട് അതിന് ചുറ്റും വരുന്ന ചില ദിവസങ്ങളിൽ വിലാപമായി ഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കും, വിലാപഗീതം പാടിക്കൊണ്ടിരിക്കും. ബൈബിളിന്റെ പല ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ട്, അങ്ങനെ പാടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർ വന്നിരുന്ന് വിലാപഗീതം പാടും. ഇവിടെ ഇവർക്ക് സംഭവിച്ച പാതാളത്തിൽ ഇറങ്ങിപ്പോകുന്നു കണ്ടിട്ട് അവർക്ക് വേണ്ടി വിലപിക്കുന്ന, വിലാപം നടത്തുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം അസീറിയയുടെ മേൽ ന്യായവിധി കൊണ്ടുവന്നപ്പോൾ മറ്റു ജനതകൾ ശ്രദ്ധിക്കുകയും അവർ അത് കണ്ടിട്ട് വിലപിക്കുകയും ചെയ്യുന്നു. വിലാപ കീർത്തനമായി പറയുന്നു. ദൈവത്തിന്റെ ന്യായവിധിയുടെ ലക്ഷ്യം അവരുടെ മേലാണ്, തങ്ങളുടെ മേലാണെന്ന് അറിയാവുന്നതിൽ അവരത് മനസ്സിലാക്കിയിട്ട് അവർ അത് ദുഃഖിക്കുന്നു. ആ ന്യായവിധി ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളുടെ മേൽ ന്യായവിധി വരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ദുഃഖിക്കുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നദികളെ തടുത്തു എന്ന് വായിക്കുന്നു. നമ്മൾ 31-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ആ ലെബാനോനിലെ വൃക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയും, അതുകൊണ്ട് അത് വളർന്നു വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി, അത് വെള്ളത്തിന്റെ പെരുപ്പം കൊണ്ട് പടർന്നു, തന്റെ കൊമ്പുകളെ പെരുക്കി ചില്ലികളെ നീട്ടി എന്ന് വായിക്കുന്നു. അപ്പോ ഈ വൃക്ഷം വളരുവാൻ കാരണം, ഈ നിലയിലുള്ള പ്രതാപത്തിലേക്ക്, പ്രൗഢിയിലേക്ക്, അഭിമാനത്തിലേക്ക് വളരുവാൻ കാരണം അത് നട്ടിരിക്കുന്ന നദീതീരത്താണ്. അവിടുന്നുള്ള വെള്ളം നിമിത്തമാണ് അത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്
5-ാം വാക്യത്തിൽ വായിക്കാം. ഇവിടെ ഇപ്പം അതുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ നദിയിലെ വെള്ളത്തെ തടയുക. വൃക്ഷത്തിന്റെ അടയാളം, അതിന്റെ വലിയ വലിപ്പം, അതിന് ശക്തി, ഇതിനെല്ലാം കാരണം ദൈവം വൃക്ഷത്തിലേക്കുള്ള ജലവിതരണമാണ് കാരണം. അത് വളരുവാൻ വേണ്ടി ദൈവം നിയമിച്ചാക്കിയിരുന്ന ആ ജലത്തിന്റെ സ്രോതസ്സിനെ ദൈവം നിർത്തി. ഇത് ഈജിപ്തിനോട് ബന്ധത്തിലാണ് പറയുന്നത്. നമുക്കറിയാം, ഈജിപ്തിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഈജിപ്ത് നൈൽ നദിയുടെ ദാനമാണ്. നൈൽ നദി നിമിത്തമാണ് ഈജിപ്ത് ഇത്രയും സമ്പൽ സമൃദ്ധിയാകാനുള്ള കാരണം. ഇപ്പോൾ ഈജിപ്തിൽ ആ നൈൽ നദിയിൽ നിന്നും ശാഖകളും ഉപശാഖകളുമുണ്ട്. അത് മിസ്രൈമിന്റെ ഈജിപ്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഒഴുകുന്നു. തന്നിമിത്തം കാർഷികപരമായി നല്ല നിലയിൽ കൃഷി ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ദൈവം നൈൽ നദിയിലെ വെള്ളം കുറവാക്കി, അത് കുറച്ചു. ജലനിരപ്പ് ഉയരുന്നില്ല, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് നൈൽ നദിയിൽ നിന്നും ശാഖോപശാഖകളിലേക്ക് പിരിഞ്ഞു പോകുന്ന അതിനെ ദൈവം അടച്ചു. കാരണം നൈൽ നദിയിൽ വെള്ളമില്ല. നൈൽ നദിയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ശാഖോപശാഖകളായി വെള്ളം ഒഴുകാത്തത് കൊണ്ട് ആ ഭാഗങ്ങളിൽ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ചെയ്തിരുന്നവർക്ക് ഒരു വലിയ പ്രതിസന്ധി ഘട്ടമായി തീർന്നു. അവർക്ക് കൃഷി ചെയ്യുവാൻ സാധിക്കാത്ത നിലയിലേക്ക്, അഥവാ ചെയ്ത കൃഷി തന്നെ നശിക്കുന്ന നിലയിലേക്ക് അത് മാറ്റപ്പെടും എന്ന് വ്യക്തമായി പറയും. ഈജിപ്തിലെ കാർഷിക മേഖലയെ അത് ബാധിച്ചു. കർഷകർ തന്നിമിത്തം ഒത്തിരി വിഷമിക്കുന്നു. യഹോവയായ ദൈവം ഇതിനു മുമ്പുള്ള 2 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ആ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കാം. അതുകൊണ്ട് ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരുന്ന് മിസ്രൈം ദേശത്തെ സോവനെ ഗോപുരം മുതൽ കൂശിന്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യവുമാക്കും. അതിനെ പാടുശൂന്യമാക്കും. ഞാൻ നദിയുടെ മേൽ ദൈവിക ന്യായവിധി വരും. കാരണം നൈൽ നദി നിമിത്തം ഈജിപ്തുകാര് ഭയങ്കര അഭിമാനകരമായി, അവർ അഹംഭാവമുള്ളവരായി, അത് മതി, ഞങ്ങൾക്ക് വേറെ ആടെ ഒരു സഹായം വേണ്ട എന്ന് സ്വയമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടരായിരുന്നു ഈജിപ്റ്റ്. അവിടെ ദൈവം അവിടുത്തെ നദിയിലെ വെള്ളത്തെ വറ്റിക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കറിയാം, 29-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ് ഫറവോനായിരുന്ന ഹൊഫ്ര പറയുന്നുണ്ട്, ഇത് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നു, ഈ നദി ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റേതാണ് എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ അതിനെ വറ്റിക്കും. ഇനി 30-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചു. ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും, ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കയ്യാൽ ശൂന്യമാക്കും. അങ്ങനെ പ്രൗഢിയായി ജീവിച്ചിരുന്ന ഞാൻ നദിയിൽ വെള്ളത്തെ വറ്റിച്ചിട്ട് ഞാൻ അതിനെ ശൂന്യമാക്കും, ഞാനത് അന്യജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. അത് ഈജിപ്തിന് മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ്. അത് വീണ്ടും ഇവിടെ ആവർത്തിച്ചു പറയുകയാണ്, ഞാൻ നദിയിലെ വെള്ളം വറ്റിക്കും. കാരണം
ഇത് ഇത്രയും വളരുവാൻ കാരണം ദൈവത്തിന് തോട്ടമാകുന്ന ഏതെല്ലാം വൃക്ഷത്തെക്കാൾ ഭംഗിയായി തീരാൻ കാരണം, അതിനേക്കാൾ ഉയർന്നു നിൽക്കാൻ കാരണം, സകലത്തിനുമേലും ഒരു സാമ്രാജ്യ ശക്തിയായി ഉയരാനുള്ള കാരണം നൈൽ നദിയും അതിന് ശാഖോപശാഖകളുമാകിയാൽ ദൈവം ആ സ്രോതസ്സിനെ നിർത്തലാക്കി അടച്ചു കളഞ്ഞു എന്ന് നദിയെ ദൈവം തടുത്തു വെച്ചു. ഇനി യെശയ്യാപ്രവചനത്തിലേക്ക് പോകുമ്പോൾ ഇത് കുറെ കൂടെ വിശദമായി പറയുന്നു. നമ്മൾ മുമ്പിലേക്ക് വായിച്ചതാണ്, എങ്കിലും പുതിയതായി നമുക്ക് ഒന്നുകൂടെ വായിക്കാം. യെശയ്യാപ്രവചനം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യം ഒന്ന് വായിച്ചു. സമുദ്രത്തിൽ വെള്ളമില്ലാതെയാകും, നദി വറ്റി ഉണങ്ങിപ്പോകും, നദികൾക്ക് നാറ്റം പിടിക്കും, മിസ്രയീമിലെ തോടുകൾ വറ്റി ഉണങ്ങും, ഞാങ്ങണയും വേഴവും വാടിപ്പോകും. നോക്കണം, നദിയിലെ വെള്ളം വറ്റും. അവിടെ ആർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഇരുപുറമുള്ള പുല്ലുകൾ ഉണങ്ങിപ്പോകും. അവിടുത്തെ മത്സ്യങ്ങൾ ചത്തഴുകി നാറും എന്നെല്ലാം താഴോട്ടുള്ള ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം ദൈവം അതിന് ന്യായവിധി അയക്കുമെന്ന് വളരെ വ്യക്തമായി ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 31:16. ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏദെനിലെ സകല വൃക്ഷങ്ങളും ലബനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായ വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്തിലെ ആശ്വാസം പ്രാപിച്ചു. അടുത്തൊരു ഭാഗം പറയും, അത് വലിയ ശബ്ദത്തോടുകൂടെ വീണു. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണല്ലോ, അത് പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. എല്ലാ ജാതികളും ആ ശബ്ദം കേട്ടു. അസീറിയയുടെ പതനത്തിന്റെ ഫലമായി അവരോട് ചേർന്ന് നിന്ന രാഷ്ട്രങ്ങൾക്ക്, രാജ്യങ്ങൾക്ക്, ജാതികൾക്ക് ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിൽ അത് ഒരു തരത്തിൽ മറ്റൊരു വിധത്തിൽ ലോകരാഷ്ട്രങ്ങളെ പലയിടത്തും ആ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്ത് പലയിടത്തും ഉണ്ടായി, ഇന്ത്യയിലും ഉണ്ടായി. ചില വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സാമ്പത്തികമാകുന്ന ഒരു തളർച്ച ലോക വ്യാപാര രംഗത്തുണ്ടായപ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കയിലും മറ്റും ഉണ്ടായപ്പോൾ, അത് ഇന്ത്യയെ പോലെയുള്ള മറ്റ് രാജ്യങ്ങളെ അത് ബാധിച്ചിരുന്നു. മറ്റ് ലോക രാജ്യങ്ങളെയും അത് ബാധിച്ചു. ഇന്നും വേൾഡ് മാർക്കറ്റിൽ എന്തെങ്കിലും പതനങ്ങൾ സംഭവിച്ചാൽ, ഏതെങ്കിലും രാജ്യത്തിന് സംഭവിച്ചാൽ, അതിനോട് ചേർന്ന് നിൽക്കുന്ന സകല രാജ്യങ്ങളിലും ആ പതനത്തിന്റെ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നുമുണ്ടത്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വല്ലതും സംഭവിച്ചാൽ, അത് ഇന്ത്യയെയും മറ്റു രാജ്യങ്ങളെയും, ഗൾഫ് രാജ്യങ്ങളിൽ വല്ലതും സംഭവിച്ചാൽ, ഇന്ത്യ പോലെ രാജ്യങ്ങളെ അത് ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ അവർക്ക് പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാം. ഇതുപോലെ അസീറിയോട് ചേർന്ന് നിന്ന് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന
മറ്റു രാജ്യങ്ങൾക്കുണ്ടായ അനുഭവമാണത് വായിച്ചത്. ആ പതനത്തിന്റെ ഫലം, അതിൻ്റെ പ്രത്യാഘാതം അവരോട് ചേർന്ന് നിന്നിരുന്ന രാജ്യങ്ങളിലും അവരോട് കൂട്ടി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവർക്കും സംഭവിച്ചു. അവർക്ക് വല്ല നടുക്കമായി പോയി എന്ന് വായി. ആ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: വീഴ്ചയുടെ മുഴക്കത്തിൽ ഞാൻ ജാതികൾ നടുങ്ങുമാറാക്കി എന്ന് വളരെ വ്യക്തമായി അവിടെ പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈജിപ്തും ഇതുപോലെ വീഴും. അവരെ പാതാളത്തിൽ തള്ളിയിടുമ്പോൾ അവരോട് ചേർന്ന് നിന്ന് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, അവരെ കീഴിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന സകല രാജ്യങ്ങൾക്കും അതിന്റെ റിസൾട്ട്, അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കും എന്ന് വളരെ വ്യക്തമായി പറയും. ഇത്രയും മഹത്തായ ഒരു ജനതയുടെ അന്ത്യത്തിൽ, ഒരു അസീറിയ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിൽ, ഒരു ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിൽ പലരും ദുഃഖിച്ചു എന്ന് വളരെ വ്യക്തമായി പറയും. അസീറിയുമായി സൗഹൃദ ബന്ധത്തിൽ പുലർത്തിയിരുന്ന പല രാജ്യങ്ങളെയും ഇതിന് പ്രത്യാഘാതം ഉണ്ടാകുകയും അസീറിയയെ ആക്രമിച്ച് കീഴടക്കിയ ബാബിലോൺ സൈന്യം അസീറിയുമായി ചേർന്ന് നിന്നിരുന്ന മറ്റു രാജ്യങ്ങളെയും അവർ നശിപ്പിച്ചു, അവർ ആക്രമിക്കപ്പെട്ടതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ആ ഭാഗം നമ്മൾ വായിച്ചത്. ഇടിമുഴക്കത്തിന്റെ ഫലമായി ജാതികൾ നടുങ്ങുമാറാക്കി എന്ന് പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നു: ഏദനിലെ സകല വൃക്ഷങ്ങളും ലബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അതോ ഭാഗത്തേക്ക് ആശ്വാസം പ്രാപിച്ചു. ഈജിപ്തിന് എന്നൊരു അഭിമാനകരമാകുന്ന രാജ്യമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി ജോലി ചെയ്യിച്ചിരുന്ന സാമ്രാജ്യ ശക്തി, അടക്കി വാണ്ടിരുന്ന സാമ്രാജ്യം. അതുപോലെ അസീറിയ അതുപോലെ തന്നെ. ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ ദൈവം ലെബാനോനിലെ ഒരു വലിയ വൃക്ഷത്തോട് ഉപമിക്കുകയാണ്. ആ ഉപമിച്ച കൂട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ എടുത്തു പറയുന്ന രണ്ട് പദപ്രയോഗങ്ങൾ. ഒന്ന്, ഏതെല്ലാം സകല വൃക്ഷങ്ങളും ലെബാനോനിലെ എന്ന് പറയുന്നു ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ പോയി ആശ്വാസം പ്രാപിച്ചു. ഏദൻ എന്ന തോട്ടം യഹോവയായ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട് ആദം ഹവ്വമാരെ അവിടെ പാർപ്പിച്ചു. ആ ഏദൻ തോട്ടത്തിലെ വൃക്ഷത്തെ എടുത്തു പറയുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2:8-9 വാക്യം വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സസ് 8 and 9. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. തോട്ടം നനയ്പ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞ് ഒന്നാമത്തേത് പീശോൻ എന്ന് പേർ. അപ്പൊ അവിടെ കണ്ടോ, അവിടുത്തെ വൃക്ഷത്തിന് പ്രത്യേകത പറയുന്നുണ്ട്. അവിടെ വൃക്ഷത്തെ ആരംഭിക്കുന്നത് എങ്ങനെ? കാണാൻ, അത് വായിച്ചേ 8-ാമത്തെ വാക്യം. മനുഷ്യനെ അവിടെ കാണാൻ ഭംഗിയുള്ളതും
തിന്മാൻ നല്ല ഫലമുള്ളതുമായ തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും ആ, നന്മ തിന്മയെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. നമുക്ക് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമുണ്ട്, ജീവവൃക്ഷമുണ്ട്. ആരംഭത്തിൽ പറയുന്നു കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചികരമായിരിക്കുന്ന നല്ല നല്ല വൃക്ഷങ്ങൾ വേറെ ധാരാളമുണ്ട്. അത്ര മനോഹരമാകുന്ന വൃക്ഷങ്ങളായിരുന്നു ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നത്. അതിനേക്കാൾ കിടപിടിക്കുന്നതാണ് ലെബാനോനിലെ മരത്തെ കുറിച്ചോട് പറയുന്നത്. അവിടെ വായിക്കുന്നത് ലെബാനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും എന്ന് എടുത്തു പറയുന്നു. അപ്പോൾ ഇവിടെ ഈജിപ്തിലെ അഹങ്കാരിയായതിനാൽ ദൈവം അതിനെ നശിപ്പിക്കും എന്ന് പറയുവാൻ വേണ്ടിയാണ് ഏതെല്ലാം വൃക്ഷവും ലെബാനോനിലെ വൃക്ഷത്തിനെയും ആലങ്കാരികമായി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന സകല വൃക്ഷങ്ങളെയെല്ലാം വെട്ടിമാറ്റിയതുപോലെ ആ വൃക്ഷവും ദൈവം വെട്ടിമാറ്റും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം അസീറിയെ പോലുള്ള വലിയ രാഷ്ട്രങ്ങളെ നശിപ്പിച്ചതുപോലെ ഈജിപ്തിനെയും നശിപ്പിക്കുമെന്ന് എടുത്തു പറയുന്നു. ഇനി ആ ഭാഗം വീണ്ടും അല്പം കൊണ്ടൊന്ന് വിശദീകരിക്കാം. പാതാളത്തിലേക്ക് തള്ളിയിട്ടു. 16-ാമത്തെ വാക്യത്തിൽ വായിക്കും. 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഭൂമിയുടെ അതോ ഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഒരു മരിച്ചവനെ പോലെ ആ അസീറിയൻ രാജാവിനെയും രാജ്യത്തെയും, അല്ലെങ്കിൽ ഈജിപ്തിലെ രാജാവിനെയും രാജ്യത്തെയും ശവക്കുഴിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. കാരണം ഏദനിലെ തോട്ടവും ലെബാനോനിലെ വൃക്ഷവും ഇപ്പൊ എല്ലാം എവിടെയാണ്? ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ ആശ്വാസം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലമാന ജനങ്ങളും ഏതും തൊട്ടുണ്ടായിരുന്ന ആദാമായിരുന്നാലും കൊള്ളാം, ഹവ്വായിരുന്നാലും കൊള്ളാം, അല്ല അസീറിയൻ രാജാവായാലും കൊള്ളാം, അവിടുത്തെ ജനങ്ങളായിരുന്നാലും കൊള്ളാം, ഈജിപ്തിൻ രാജാവായിരുന്നാലും ശരി, ഈജിപ്ത് ജനതകളായാലും ശരി, എല്ലാവരും ഒരുപോലെ കുഴിയിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. അവർ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഏതെല്ലാം സകല വൃക്ഷങ്ങളും എന്ന് പറയുമ്പോൾ എല്ലാ രാജാക്കന്മാരും, പ്രത്യേകിച്ച് ഏതൻ തോട്ടത്തിലുള്ള വൃക്ഷമെന്ന് പ്രത്യേകതയില്ല, ആ തോട്ടത്തിലെ വൃക്ഷമായാലും കൊള്ളാം, ലെബാനോനിലെ വൃക്ഷമായാലും കൊള്ളാം, ഇതെല്ലാം ഭൂമിയുടെ അതോ ഭാഗത്തിലേക്ക് പോയി ആശ്വാസം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യക്തമായ അർത്ഥം ഇതാണ്: യാതൊരു പ്രത്യേകതയും ആർക്കുമില്ല. രാജാവെന്ന പ്രത്യേകതയില്ല, ജനതകളെന്ന പ്രത്യേകതയില്ല, വലിയവൻ എന്ന് പറയുന്ന പ്രത്യേകതയില്ല, സമ്പന്നൻ എന്ന് പറയുന്ന പ്രത്യേകതയില്ല. അതിനൊന്നുകൂടി പറഞ്ഞാൽ കുബേരനെന്നോ കുചേലനെന്നോ വ്യത്യാസമില്ല, വിദ്യാസമ്പന്നനോ വിദ്യാഹീനനോ എന്ന വ്യത്യാസമില്ല, നിറത്തിന്റെ പേരിൽ കറുത്തവരെന്നോ വെളുത്തവരെന്നോ വ്യത്യാസമില്ല, വലിയ ജാതി എന്നോ കൊച്ചു ജാതിയോ എന്ന വ്യത്യാസമില്ല. അതിൻ്റെ അകത്ത് സ്ഥലകാല വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും ഈ പാതാളത്തിലേക്ക് പോകേണ്ടി വരും, മരണത്തിനായി
ഏൽപ്പിക്കപ്പെട്ട് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശ്രാമ സ്ഥലത്തേക്ക് പോകേണ്ടി വരുമെന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ മരണത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. അതിന് ഏതോ തൊട്ടുള്ള മരമെന്ന് പ്രത്യേകതയില്ല. ലെബാനോനിലെ ഏറ്റവും വലിയ മരം ആകാശമുട്ട നിന്നാലും ശരി, ഇതെല്ലാം പാതാളത്തിൽ പോയി ആശ്വാസം പ്രാപിക്കുന്നു പറഞ്ഞാൽ, ഭൂമിയുടെ അധോ ഭാഗത്തിലേക്ക് പോയി ആശ്വാസം പ്രാപിക്കുന്നു പറഞ്ഞാൽ, ഈ ലോകത്തിൽ വലിയവരൊന്നോ ചെറിയവരൊന്നും ഇല്ലാതെ എല്ലാവരെയും മരണം പിടികൂടും. മരണത്തിലൂടെ എല്ലാവരും ഈ ലോകം വിട്ട് തങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലങ്ങളിൽ പോയി വിശ്രമിക്കേണ്ടതാണ് എന്ന് ഈ ഭാഗത്തു നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ലെബാനോനിലെ തെരഞ്ഞെടുപ്പ്, അതിനവർ ശ്രേഷ്ഠവും വെള്ളം കുടിക്കുന്നവർ എന്നൊക്കെ പറയുമ്പോൾ, ആ നന്നായി ശക്തമായി ജ്വലിച്ചു നിൽക്കുന്ന സാമ്രാജ്യ ശക്തിയായിരുന്നാലും, സാമ്രാജ്യ സ്ഥാപകനായിരുന്നാലും, ചക്രവർത്തിയായിരുന്നാലും, രാജാവായിരുന്നാലും, സമ്പന്നനായി തീർന്നാലും, എത്ര വലിയ വേൾഡ്ലി മഹത്വമുണ്ടെങ്കിലും ശരി, ഇവരെല്ലാവരും അവിടേക്ക് പോകേണ്ടവരാണ് എന്ന് വളരെ വ്യക്തമായി പറയും. ഇവിടെ പറയുന്നു, അഥമ പാതാളത്തിലേക്ക് പോയി, അഥവാ ഭൂമിയുടെ അധോ ഭാഗത്തേക്ക് പോയി ആശ്വാസം പ്രാപിച്ചു. എവിടുത്തെ? ഏദനിലെ വൃക്ഷവും ലെബാനോനിലെ വൃക്ഷമെല്ലാം പാതാളത്തിൽ ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ പോയി ആശ്വാസം പ്രാപിക്കൂ എന്ന് പറയുമ്പോൾ, അത് മരങ്ങളോടുള്ള ബന്ധം സാങ്കല്പികമായി പറയുന്ന ഭാഗമാണ്. മരങ്ങളോടുള്ള ബന്ധത്തിൽ അതൊരു ആലങ്കാരികമാണ്. ആ മരങ്ങൾക്ക് പകരം പ്രത്യേകതയുള്ള ഏതനിൽ വളർത്തപ്പെട്ട ആദാമായാലും ഹവ്വായാലും കൊള്ളാം, അവരുടെ മക്കളായാലും കൊള്ളാം, ഏത് കുലത്തിൽപ്പെട്ടവരായാലും കൊള്ളാം, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. ലെബാനോനെന്നോ ലെബാനോനിലെ പർവ്വതത്തിൽ ഉയരുന്ന ദേവദാരു എന്ന് പറയുന്ന പ്രത്യേകതയില്ല. എല്ലാം ഒരുപോലെ എന്ന് ഒരാലങ്കാരിക ഭാഷയ്ക്കായി ആ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ, അഹങ്കാരികൾ ഏറ്റവും താഴ്ന്നവനെ പോലെ ഒരു താണ അവസ്ഥയിലേക്ക് കടന്നു വരുമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് സന്തോഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ രീതിയെ സൂചിപ്പിച്ചുകൊണ്ട് മരിച്ചവരെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ്. ഇനി നമുക്ക് യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 9-10 വാക്യം ഒന്ന് വായിച്ചു. നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവയൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെ പോലെ ബലഹീനയോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നോക്കണം, അവിടെ പറഞ്ഞവരെല്ലാം അഥമ പാതാളത്തിലേക്ക്, ഭൂമിയുടെ അധോ ഭാഗത്തേക്ക് ചെല്ലും എന്ന് വളരെ വ്യക്തമായി ഭാഗം പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാകയാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമുക്കതിന്റെ 17-ാം വാക്യത്തിന്റെ 31-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു: അതിന്റെ തുണയായി അതിന് നിഴലിൽ ജാതികളുടെ പാർത്തവൻ തന്നെ എന്നെടുത്തു പറയുന്നുണ്ട്. തണലായി എന്നതിന് പകരം എന്നതിന് ചില ഭാഷാന്തരങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവന്റെ ഭുജം എന്നാണ് പറയുന്നത്. അപ്പൊ അവന്റെ വിശ്വസ്തരും
വിശ്വസ്തരായ ജനങ്ങളും വിദേശത്തുള്ള അവന്റെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവന്റെ സുഹൃത്തുക്കളും അവനാൽ സംരക്ഷിക്കപ്പെട്ടതിനാൽ അവർ അത് ഓർത്ത് അവനെ പിന്തുണയ്ക്കുവാൻ, അവന് സഖ്യതയോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി അവർ കടന്നു വരും. അതാണ് തുണയായി എന്ന് പറഞ്ഞാൽ അവന് ഈ പതനം സംഭവിക്കുമ്പോൾ അവനോട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടവരും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടവർ അവനോട് ചേർന്ന് നിന്ന് സന്തോഷിച്ചവർ, ഇവരെല്ലാവരും ഈ പതന സമയത്ത് ഇവനോട് ചേർന്ന് നിൽക്കും. ഒരു ഭുജമായി, ഒരു തോളോട് ചേർന്ന് നിന്ന് അവന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വരും എന്നാണ് അർത്ഥം. അവിടെ അഹങ്കാരികൾ പലരും തങ്ങളെ തന്നെ ഇത് കാണുമ്പോൾ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ വെറും പൊടിയും വെറും ചാരവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനൊക്കെ നടുവിൽ ദൈവം ഉയർത്തിപ്പിടിക്കുന്നൊരു കാര്യമുണ്ട്. ഇതിന്റെ ഒക്കെ നടുവിൽ ഏത് വലിയ രാജാവായാലും കൊള്ളാം, ഏത് സാമ്രാജ്യ ശക്തിയായാലും കൊള്ളാം, അവരെല്ലാം വെറും മർത്യരാണ്. അവരെല്ലാം വെറും പൊടിയാണ്, വെറും മണ്ണാണ്. എന്നാൽ അതിന്റെ നടുവിൽ യഹോവയായ ദൈവം മാത്രം മഹത്വവും പരിശുദ്ധനും നീതിമാനുമായി ഏത് കാലഘട്ടത്തിലും നിലനിൽക്കുന്നു എന്ന് ഈ ഭാഗം എടുത്തു പ്രസ്താവിക്കുക. എബ്രായരുടെ ദൈവത്തെ ആര് വെല്ലുവിളിച്ചാലും, ആ ദൈവത്തെക്കുറിച്ച് ഇല്ലെന്ന് ആരെ വാതോരാതെ പറഞ്ഞാലും, എത്ര പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് എഴുതി മറിച്ചിട്ടാലും, ഏതെല്ലാം ചാനലുകളിലും ഏതെല്ലാം മീഡിയയിലൂടെ ദൈവത്തെക്കുറിച്ചില്ല എന്നോ പറഞ്ഞാലും പ്രസ്താവിച്ചാലും, ഓർത്തുകൊള്ള സകല ജഡവും പുല്ലുപോലെ മാത്രമേ ഉള്ളൂ. ഏത് ഉയർന്നവനും താണവനും ഏത് തരത്തിൽപ്പെട്ടവനും മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ട് അധമ പാതാളത്തിലേക്ക് പോകേണ്ടി വരും. എന്നാൽ മർത്യതയില്ലാത്ത, അമർത്യതയുള്ള, നിത്യതയോളം നിലനിൽക്കുന്ന ഒറ്റ ശക്തിയേ ഉള്ളൂ. യഹോവയായ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മാനം, ദൈവത്തിന്റെ പരിശുദ്ധി. ദൈവം എന്നും നീതിമാനാണെന്ന് ഈ ഭാഗത്ത് ഉറക്കെ പ്രഖ്യാപിക്കുക. Praise the Lord. ഇവിടുത്തെ സാമ്രാജ്യ ശക്തികളാകുന്ന അസീറിയ ആയാലും കൊള്ളാം, ഈജിപ്റ്റ് ആയാലും കൊള്ളാം, ഏത് ഉയർന്നവനായാലും കൊള്ളാം, ഇവരെല്ലാം ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് പോകേണ്ടവരാണ്. ഇതിൽ ഒരിക്കലും മരിക്കാത്ത, മരണമില്ലാത്ത, ആദ്യനും അന്ത്യനുമായ, അൽഫയും ഒമേഗയുമായ ദൈവം മാത്രം മഹത്വമുള്ളവൻ. അവന്റെ മഹത്വം ഒരിക്കലും ക്ഷയിക്കുന്നില്ല. ദൈവം മാത്രം പരിശുദ്ധൻ, അവന്റെ പരിശുദ്ധിക്ക് കോട്ടം സംഭവിക്കുന്നില്ല. ദൈവം മാത്രം നീതിമാനും അതിശക്തനുമായി നിലനിൽക്കുന്നു. അവന്റെ ശക്തിക്ക് ഒരു ക്ഷയവും സംഭവിക്കുന്നില്ല. അവൻ സർവശക്തിയനാണ്. ആ ദൈവം സർവ്വയാപിയാണ്. ആ ദൈവം സർവജ്ഞാനാണെന്ന് ഈ ഭാഗങ്ങളുടെ ലോകത്തോടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഒരു യാഥാർത്ഥ്യമാണത്. ഇനി അതിന് 18-ാമത്തെ വാക്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിന് 18-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏദനിലെ വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യമാകുന്നു. എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോട് കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങി പോകേണ്ടി വരും. വാളാൽ നിഹിതന്മാരായവരോട് കൂടെ നീ അഗ്രചർമ്മികളുടെ ഇടയിൽ കിടക്കും. ഇത് ഫറവോനും അവന്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ വായിക്കുന്നു, ശക്തരായ അസീറിയ ആയാലും കൊള്ളാം, ഈജിപ്റ്റ് ആയാലും കൊള്ളാം, ഏതെല്ലാം മരങ്ങളെ പോലെ ഉയർന്നു നിന്നിരുന്നവരായെങ്കിൽ
അവർ ഇപ്പോഴും ദൈവത്തിന് ന്യായവിധിക്ക് അധീനരല്ല, ദൈവിക ന്യായവിധിക്ക് കീഴിലാണ് എല്ലാവരും. ഇനിയും അവരെ താഴെ ഇറക്കാമായിരുന്നു എന്ന് ഈജിപ്തിനോടും അസീറിയോടും പറയുന്നു. എത്ര ഉയർന്നിരുന്നാലും നീ എല്ലാം ദൈവിക ന്യായവിധിയുടെ കീഴിലാണ്. നീയൊന്നും ദൈവിക ന്യായവിധിക്ക് മേളെയല്ല, അതെല്ലാം അധീനരാണ് എടുത്തു പറയുന്നു. ഇവിടെ വായിക്കുന്ന അഗ്രചർമ്മിയുടെ നടുവിൽ നിങ്ങൾ കിടക്കുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മി പരിച്ഛേദന ഏൽക്കാത്തവർ. ഈജിപ്തിനെ സംബന്ധിച്ച് ഈജിപ്തിലെ ഭരണാധികാരികളാകുന്ന പ്രഭുക്കന്മാരും രാജാക്കന്മാരും സർക്കംസിഷൻ ചെയ്യുന്നവരാണ്, പരിച്ഛേദന ഏറ്റവരാണ്. അത് അവരെ പ്രൗഢിയെ കാണിക്കുന്നതാണ്. ഞങ്ങൾ മാത്രം പരിച്ഛേദനക്കാരാണ്, ഞങ്ങൾ ഉയർന്നവരാണെന്ന് കാണിക്കുന്ന ഒരടയാളമായിട്ട് അവർ ചെയ്തിരുന്നു. യഹോവയായ ദൈവം പറയുന്നു, നീ ഇനി കിടക്കാൻ പോകുന്നത് നിന്റെ മരണത്തിന് ശേഷം, നീ അധപ്പതിച്ചതിന് ശേഷം, നിന്റെ പതനത്തിന് ശേഷം നീ കിടക്കാൻ പോകുന്നത് നീ പരിച്ഛേദനയുടെ ബന്ധത്തിൽ നിന്ദിച്ചിട്ടുള്ള, ആക്ഷേപിച്ചിട്ടുള്ള, തരം താഴ്ത്തി പറഞ്ഞിട്ടുള്ള ജനത്തിന്റെ ഇടയിലേക്ക് നീ അവരോട് ചേർന്ന് കിടക്കാൻ വേണ്ടി പോകുകയാണ്. ഇതൊരു വളരെ വിശദമാണ്. അതെല്ലാം എൻ്റെ മുമ്പിൽ പറയാൻ സമയമില്ല. ഞാൻ ജസ്റ്റ് ഒന്നിട്ട് കാര്യം പറഞ്ഞ് ഈ ഭാഗം നിർത്താം. ഇത് ഫറവോനും അവന് സകല പുരുഷനും ഈജിപ്തിനെതിരായി പറയുന്ന വാക്കാണിത്. ഈ ഭാഗം, അവസാന ഭാഗം വളരെ വ്യക്തമായി പറയുന്നു. അസീരിയെ കുറിച്ച് പറയുന്നതിനോട് ദൈവം ഈജിപ്തിനോടും പറയുന്നു, പരിച്ഛേദന ഇല്ലാത്തവർ അവരെ കൂട്ടത്തിൽ നീയും പോയി കിടക്കും. അവനെ നിന്ദിക്കുന്ന വെറുത്താണ നിലവാരത്തെ കുറിച്ച് കാണിക്കുന്ന ഒരു ഭാഗമാണ് പരിച്ഛേദനയില്ലാത്ത അഗ്രചർമ്മയിടയിൽ പാർക്കും, അവിടെ പോയി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നീയും മറ്റവനെ പോലെ അധമ പാതാളത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ്. എന്ന് പറഞ്ഞ എല്ലാവരും ഈജിപ്തുകാർ തന്നെ അശുദ്ധരായി കരുതിയിരുന്നവരുടെ അടുക്കലേക്ക് നീയും പോകേണ്ടി വരും എന്നീ ഭാഗം ഉറപ്പിച്ചു പറയും. ഈ ഭാഗത്തെ ഒരു അല്പം കൂടെ വിശദീകരണം വെച്ചാൽ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞുകൊള്ളാം. ഈ ഭാഗം നിർത്തട്ടെ ഞാനിവിടെ. ഇന്ന് രാത്രിയിൽ നാം ഓർക്കേണ്ട വസ്തുത, എത്ര ഉയർന്നിരുന്നാലും ഒരു ദിവസം താഴെ ഇറങ്ങേണ്ടി വരും. ദൈവം മാത്രം അമർത്യതയുള്ളവനാണ്. ദൈവം മാത്രം ഉയർന്നു നിൽക്കുന്നു. അവന്റെ പരിശുദ്ധിക്ക് ഒരിക്കലും കോട്ടം സംഭവിക്കില്ല. അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന് ന്യായവിധി കീഴിലുള്ളവരാണ്. എല്ലാവരും ദൈവത്തിനുമായി കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. എല്ലാവരും മരണമെന്ന് പറയുന്ന വാതിലോട് പോകേണ്ടവരാണ്. അതിൽ ആർക്കും ഒഴിവൊഴിവില്ല എന്ന് ഉറക്കം പ്രഖ്യാപിക്കുക. ആകയാൽ നാം ചെയ്യേണ്ടത് ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിക്കുന്നാകയാൽ ദൈവത്തെ കൂടാതെ ജീവിക്കരുത്. ദൈവമില്ല എന്നൊരിക്കലും പറഞ്ഞു നടക്കല്ലേ. ദൈവമൊന്നുണ്ട് എന്നൊരു ഭാഗത്ത് ഉറക്കം പ്രഖ്യാപിക്കുക. ആകെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ് ഈ ദൈവത്തോട് ചേർന്ന് നിന്ന് താഴ്മയുള്ളവരെ ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.